ഹലോ ഹായ് കൂട്ടുകാരെ. അപ്പം ഞാൻ ഇന്ന് പറഞ്ഞതുപോലെ നമുക്ക് ഒരു വെറൈറ്റി ആയിട്ട് ഇടിയപ്പം ഉണ്ടാക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ 4 ഗ്ലാസ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ട് അലിയിപ്പിച്ചു കേട്ടോ. അപ്പം 3 ഗ്ലാസ് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം ഞാൻ ഒന്ന് അരിച്ചായിരുന്നു. കാരണം എന്ന് വെച്ചാൽ നമ്മൾ പൊടി നല്ല നേർമയായിട്ടിരിക്കുമ്പം കുറച്ചുകൂടെ സോഫ്റ്റ് ആവും. അത് അപ്പത്തിനാണെങ്കിലും നമുക്ക് അങ്ങനെ തന്നെ എടുക്കാം. അപ്പോഴിതാ നമ്മൾ നന്നായിട്ട് അലിയിച്ചെടുക്കുന്നുണ്ട്. ഞാൻ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് നല്ല ലൂസാക്കി കേട്ടോ. ഇതിനി അടുപ്പയിൽ വെച്ച് ചെറിയ തീയിൽ നമുക്കൊന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ ഇന്നത്തെ വെറൈറ്റി ഇടിയപ്പം എന്താണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം എനിക്കിഷ്ടപ്പെട്ട് നല്ല ടേസ്റ്റുമായിരുന്നു. എനിക്ക് എളുപ്പം തോന്നി കേട്ടോ. അതുകൊണ്ട് ചോദിച്ചാൽ നിങ്ങളെയും കൂടെ ഒന്ന് പരിചയപ്പെടുത്താമല്ലോ എന്ന് വെച്ചു. അപ്പോൾ ഞാൻ സിമ്മിട്ടിലിട്ടിട്ടാണ് ഇത് കുറുക്കിയെടുക്കുന്നത്. കുറുക്കിയെടുക്കാൻ വലിയ പാടില്ല. നോൺ സ്റ്റിക്കിൻ്റെ പാനൊക്കെ ആണെങ്കിൽ പെട്ടെന്നാവും. പക്ഷേ നമുക്ക് അതില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ സാധാ നമ്മളെ ചീനച്ചട്ടിയിലാണ് ചെയ്തത് കേട്ടോ. അതുകൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇളക്കി എടുക്കാം. എങ്കിലും എനിക്ക് കുറച്ച് ഈസി ആയിട്ട് തോന്നി. അപ്പോഴിതാ ഒന്ന് കട്ട പിടിച്ച് ഇനി ഇതിനെല്ലാം ഒന്ന് ഉടച്ച് നമ്മൾ സാധാ മാവ് നല്ലോണം ആക്കി എടുക്കണം. അപ്പോൾ അത് നന്നായിട്ട് കുറുകി വന്നപ്പം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണയുടെ മണം കൂടാകുമ്പോൾ നല്ല ടേസ്റ്റ്. അപ്പോൾ ഇത്രയും പോരാ, ഇതിൽ നല്ലതായിട്ട് വെള്ളം പറ്റണം. കട്ടയില്ലാതെ ആക്കിയെടുത്ത് നമ്മൾ മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ ടെസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്തോട്ട് പിരിസേവനാഴി അതിലോട്ടിട്ടിട്ട് നമുക്കത് പിഴിഞ്ഞൊഴിക്കുന്നത് ദോശക്കല്ലിലാണ് കേട്ടോ. അന്നേരം എന്താ ദോശക്കല്ലിൽ കുറച്ച് എണ്ണയൊക്കെ തൂത്ത് കൊടുത്തിട്ട് നമുക്ക് ദോശക്കല്ലിലോട്ട് പിഴിഞ്ഞങ്ങ് ഒഴിക്കാം. ഒഴിച്ചതിന് ശേഷം നല്ലൊരു അടപ്പ് വെച്ചങ്ങ് അടയ്ക്കാം. പക്ഷേ നമുക്ക് അതിന് പറ്റിയ അടപ്പില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ പ്ലേറ്റ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ 2 വട്ടം കൈയൊക്കെ പൊള്ളി, എന്നാലും കുഴപ്പമൊന്നുമില്ല. ഇത് വെറൈറ്റി റെസിപ്പി അല്ലേ. അപ്പോൾ ഞാൻ കണ്ടപ്പോൾ വിചാരിച്ചു നിങ്ങളെ കൂടി ഒന്ന് പരിചയപ്പെടുത്താമെന്ന്. അറിഞ്ഞുകൂടാത്തവരാണ് ചെയ്ത് നോക്കിയാൽ സൂപ്പറാണ് കേട്ടോ. അപ്പോൾ തിരിച്ചും മറിച്ചിട്ട് ഒന്ന് ആവി കയറ്റി എടുക്കാം കേട്ടോ. അപ്പോൾ 2 ദോശപാത്രം ഉണ്ടെങ്കിൽ എളുപ്പമാണ്. പെട്ടെന്ന് നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും. എനിക്കെന്തോ നല്ല എളുപ്പമായിട്ട് തോന്നി കേട്ടോ. അങ്ങനെ നമ്മൾ ഇടിയപ്പം എന്താ നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ അച്ചിട്ടപ്പോൾ തന്നെ അച്ചങ്ങ് സൈഡിലോട്ടായിപ്പോയി കേട്ടോ. അതുകൊണ്ട് ചെറുതായിട്ട് ഇങ്ങനെ മാവ് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ ഞാൻ റെഡിയാക്കിയിട്ടാണ് പിന്നീട് പിഴിഞ്ഞത്. അപ്പോൾ നല്ല അടിപൊളി ഇടിയപ്പമായിരുന്നു. അപ്പോൾ ഇങ്ങനെ അറിയാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഈസിയുമാണ്, പെട്ടെന്ന് വേവുകയും ചെയ്യും. നല്ല എന്താ പറയുക അടിപൊളി. എനിക്ക് ഗ്യാസ് ലാഭമായിട്ട് തോന്നി. നമ്മൾ മറ്റേത് അടുപ്പിൽ വെച്ച് നല്ല ആവി കയറ്റി ഇഡ്ഡലി പാത്രത്തിൽ വെക്കുമ്പോഴേ ഒത്തിരി നേരം ഗ്യാസ് നഷ്ടപ്പെടുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ 2 പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയപ്പോഴും എനിക്ക് ഗ്യാസ് നല്ല ലാഭം പോലെ തോന്നി. പിന്നെ പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റും കേട്ടോ. പെട്ടെന്ന് കാര്യം നടക്കും. നമ്മൾ മറ്റേ ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഒന്ന് ആവി കയറി അപ്പം തന്നെ തിരിച്ചിട്ട് അപ്പോഴും തന്നെ അത് എടുക്കുകയും ചെയ്യാം. ഒരുപാടങ്ങ് കരിയിക്കരുത്, കാരണം ഇത് കളർ മാറും. അങ്ങനെ മാറണ്ട, ഒന്ന് ആവി കയറിയാൽ മതി. അപ്പോഴാണ് നമ്മൾ അടിപൊളിയായിട്ടുള്ള ഇടിയപ്പം നന്നായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഇടിയപ്പം ഉണ്ടാക്കി സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങളെയും കൊണ്ടൊന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചാൽ. അറിഞ്ഞുകൂടാത്തവരാണെങ്കിൽ ചെയ്ത് നോക്കണേ, സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ഈ വെളിച്ചെണ്ണ നല്ല ഒഴിക്കണം കേട്ടോ, എന്നാലേ അതിൻ്റെ ഒരു മണം കൂടെ കിട്ടുമ്പോൾ സൂപ്പർ ടേസ്റ്റാണ്. ഞാൻ പിന്നെ തേങ്ങയൊന്നും ഇട്ടില്ല. നമ്മൾ തേങ്ങ ഇതിനകത്ത് ഇട്ടാൽ കുഴപ്പമാണ്. എന്താണെന്ന് വെച്ചാൽ നടുക്ക് വേണമെങ്കിൽ ഇടാം കേട്ടോ. അടിയിലിടുമ്പോൾ പിന്നെ തേങ്ങ കരിഞ്ഞു. അപ്പം നടുക്ക് വേണേൽ കുറച്ച് പീച്ചിട്ട് തേങ്ങ ഇടാം. അപ്പോൾ തേങ്ങ ഇട്ടാൽ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് മുട്ടക്കറി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, സവാളയും കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എണ്ണ ഇട്ട് കടുക് ഇട്ട് പൊട്ടിയതിന് ശേഷം നമ്മൾ സാധാ പോലെ തന്നെ കേട്ടോ നന്നായിട്ട് വഴറ്റി ഉപ്പ് ഇട്ട്, പിന്നെ നമ്മൾ പൊടികൾ ചേർക്കുന്നതെന്ന് വെച്ചാൽ ചിക്കൻ മസാല കുറച്ച് ചേർക്കുന്നുണ്ട്, കുരുമുളക്, മല്ലിപ്പൊടി, മുളക് പൊടി, അങ്ങനെ. എന്നിട്ട് നല്ല മൂപ്പിച്ചിട്ട് തിളച്ച വെള്ളമാണ് ഒഴിക്കുന്നത് കേട്ടോ ഉള്ളിലോട്ട്. അപ്പോൾ അങ്ങ് നന്നായിട്ട് വെന്ത് കിട്ടുമല്ലോ. അത് കഴിഞ്ഞ് നല്ല തേങ്ങാപ്പാൽ ഒഴിക്കുന്നുണ്ട്. തേങ്ങാപ്പാൽ എന്ന് വെച്ചാൽ നല്ല കട്ടി തേങ്ങാപ്പാൽ ഒഴിക്കുന്നത് കേട്ടോ, എന്നാലേ ഇതിനൊരു ടേസ്റ്റ് വരും കുറുകി വരുമ്പോഴേ. അപ്പോഴാണ് നമ്മൾ മുട്ടക്കറി ഇപ്പോൾ എളുപ്പം തന്നെ റെഡിയാക്കി. സൂപ്പർ മുട്ടക്കറിയാണ് കേട്ടോ. പിന്നെ എനിക്ക് മല്ലിയിലയോട് ഭയങ്കര താല്പര്യമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് നന്നായിട്ട് മല്ലിയിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ള മുട്ടക്കറി റെഡിയായി. അപ്പോൾ നമ്മൾ ഇടിയപ്പവും സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ അറിയാത്തവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ, സൂപ്പറാണ് കേട്ടോ. അപ്പോൾ അടിപൊളി ഇടിയപ്പവും മുട്ടക്കറിയായി. അപ്പോൾ ഓക്കേ, നാളെ പുതിയൊരു വീഡിയോ കാണാം. ബൈ.